ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ആൻഡ് മാനേജ്മെൻറ്റ് ടൂൾസ് ഫോർ IoT ക്ലൗഡ് സ്റ്റോറേജ് മോഡൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ APIs ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്താണ് IoT എന്ന് പറയാം, അതിനുശേഷം IoT ക്ലൗഡ് എന്താണെന്ന് പറയാം, പിന്നെ IoT ക്ലൗഡ് മോഡൽസ് ആണ്. അതിൽ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മോഡൽസിനെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് ആമസോൺ വെബ് സർവീസും രണ്ടാമത്തേത് സിവിലി ക്ലൗഡുമാണ്. അതിനുശേഷം കുറച്ച് സോഫ്റ്റ്വെയർ ടൂൾസിനെ പറ്റി പറയാം, പിന്നെ APIs, അറ്റ് ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ APIs. അതിൽ രണ്ടെണ്ണമാണ് പറയുന്നത്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ APIsഉം രണ്ടാമത്തേത് വെബ് സോക്കറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ APIsഉം ആണ്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. So the topic is software and management tools for IoT cloud storage models and communication APIs ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്താ IoT എന്ന് നോക്കാം. The Internet of Things is a system of interrelated computing devices, mechanical and digital machines, objects, animals or people that are provided with unique identifiers and the ability to transfer data over a network without requiring human to human or human to computer interaction. അപ്പോൾ ഈ IoT എന്ന് പറയുന്നത് എന്താ, ഒരു സിമ്പിൾ കോൺസെപ്റ്റാണ്. അതായത് നമ്മളിപ്പം ഈ വേൾഡിലുള്ള തിങ്സിനെല്ലാം കൂടി ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അങ്ങനെ കണക്ട് ചെയ്യുമ്പം നമുക്ക് ഈസി ആയിട്ട് ഡാറ്റ സെൻഡ് ചെയ്യാം, റിസീവ് ചെയ്യാം. ഇപ്പം ഈ വേൾഡിൽ എവിടെയാണെങ്കിലും നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഈ IoT എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനെ സിമ്പിളാക്കിയിട്ട് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞേരെ നമുക്ക് ഇപ്പോൾ ഒരു ഡൗട്ടായി, നമ്മളെ വീടിൻ്റെ ഡോറ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന്. അപ്പം തിരിച്ചു വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ ഡോറിനെ അതായത് ഈ തിങ്ങിനെ നമ്മൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഡോറ് ഓപ്പൺ ആണെങ്കിൽ ക്ലോസ് ചെയ്യാം. അപ്പം അത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് IoT ക്ലൗഡ് എന്താണെന്ന് പറയാം. This include the underlying infrastructure needed for processing and storing IoT data whether in real time or not. അതായത് നമ്മളിപ്പം പറഞ്ഞു ഓരോ ഡിവൈസസിൽ നിന്നുള്ള ഡാറ്റാസ് ഉണ്ടാവും, അതെല്ലാം ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് IoT ക്ലൗഡിലാണ്, അത് റിയൽ ടൈം ആയിട്ടും അല്ലാതെയും. IoT cloud also includes the services and standards necessary for connecting, managing and securing different IoT devices and applications. അപ്പം വെറും സ്റ്റോറിങ് മാത്രമല്ല ഈ ക്ലൗഡിൽ നടക്കുന്നത്, അതുകൂടാതെ തന്നെ അതിനെ മാനേജ് ചെയ്യാൻ, കണക്ട് ചെയ്യാൻ, അതിൻ്റെ സെക്യൂരിറ്റി എല്ലാം നോക്കുന്നതും ഈ ക്ലൗഡ് തന്നെയാണ്. IoT cloud storage models. Cloud storage is a cloud computing model that stores data on the internet through a cloud computing provider who manages and operates data storage as a service. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ IoT ക്ലൗഡ് സ്റ്റോറേജ് മോഡൽസാണ് പറയുന്നത്. അതായത് ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡറിൻ്റെ ഹെൽപ്പോടുകൂടി ഈ ഇൻ്റർനെറ്റ് വഴിയുള്ള ഈ ഡാറ്റാസൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ക്ലൗഡ് സ്റ്റോറേജ് അതിന് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മോഡൽ എന്ന് കൂടി പറയും. അപ്പോൾ ഇവിടെ ഞാൻ മെയിൻലി പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മോഡലിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ആമസോൺ വെബ് സർവീസ് ആൻഡ് സിവിലി ക്ലൗഡ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് Amazon Web Service. AWS IoT is an Amazon Web Services platform that collects and analyzes data from internet connected devices and sensors and connects the data to AWS cloud applications. എന്താണ് ആമസോൺ വെബ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം AWS IoT എന്ന് പറയുന്നത് ഒരു ആമസോൺ വെബ് സർവീസ് പ്ലാറ്റ്ഫോമാണ്. അപ്പം ഈ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസ് അല്ലെങ്കിൽ സെൻസേഴ്സ് ഇവരിൽ നിന്നെടുത്തുള്ള ഡാറ്റാസൊക്കെ കളക്ട് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്യും. എന്നിട്ട് ആ ഡാറ്റേനെ AWS ക്ലൗഡ് ആപ്ലിക്കേഷൻസുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. AWS IoT can collect data from billions of devices and connect them to endpoints for other AWS tools and services, allowing developer to tie that data into an application. എന്നിട്ട്
ഈ ഡിവൈസസ് എന്ന് പറയുന്നത് കുറച്ച് ഡിവൈസസ് എന്നുള്ള ഡാറ്റ ഒന്നല്ലല്ലോ, ബില്യൺസ് ഓഫ് ഡിവൈസസ് എന്നുള്ള ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ കളക്ട് ചെയ്ത ഡാറ്റേനെ അതർ AWS ടൂൾസ് അല്ലെങ്കിൽ സർവീസസിൻ്റെ എൻഡ് പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇപ്പം ഇവിടെ ഈ ആമസോൺ വെബ് സർവീസ് യൂസ് ചെയ്യുന്ന കുറേ കമ്പനീസ് ഉണ്ട്. അതിൽ ഇപ്പം പോപ്പുലറായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കമ്പനീസാണ് ഒന്ന് നെറ്റ്ഫ്ലിക്സ്, പിന്നെ ഒന്ന് ആമസോൺ. ഇത് രണ്ടും എന്താ പറയുക, ഈ AWS ഇൻഫ്രാസ്ട്രക്ചറിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കമ്പനീസാണ്. അല്ലാത്ത കുറേ കമ്പനീസ് ഉണ്ട്, കെലോഗ്സ്, അഡോബ്, എയർബിഎൻബി. ഇതും എന്താ പറയുക ഈ AWSനെ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കമ്പനീസാണ്. നെക്സ്റ്റ് വൺ ഈസ് സിവിലി ക്ലൗഡ്. Many Internet of Things applications are developed and deployed on Civili Cloud. Civili Cloud is a commercial platform available as PaaS. അപ്പം എന്താ പറയുക കുറേ IoT ആപ്ലിക്കേഷൻസ് എന്താ പറയുക ഈ സിവിലി ക്ലൗഡ് വഴി ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പം ഈ സിവിലി ക്ലൗഡ് എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോമാണ്, അവൈലബിൾ ആസ് PaaS. PaaS എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. Civili is basically a data collection, management and distribution infrastructure. Civili എന്ന് പറയുന്നത് ബേസിക്കലി എന്താ ഒരു ഡാറ്റ കളക്ഷൻ മാനേജ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് കുറച്ച് സോഫ്റ്റ്വെയർ ടൂൾസാണ്. അപ്പം ഒരു 10 ടൂൾസിനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഡിവൈസ് ഹൈവ്. Device Hive is a free open source machine-to-machine communication framework which was launched in 2012. അപ്പം ഡിവൈസ് ഹൈവ് എന്ന് പറയുന്നത് എന്താ ഒരു ഫ്രീ ഓപ്പൺ സോഴ്സ് M2M കമ്മ്യൂണിക്കേഷൻ ഫ്രെയിംവർക്കാണ്. അത് ലോഞ്ച് ചെയ്തത് എന്നാണ് 2012 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. It is generally a cloud-based API that you can control remotely without the need for network configuration. ഇത് ജനറലി ഒരു ക്ലൗഡ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ എന്താ ക്ലൗഡ് ബേസ്ഡ് API ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ എന്താ പറയുക റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡിവൈസ് ഹൈവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഓട്ടോമേഷൻ, പിന്നെ സ്മാർട്ട് ഹോം ടെക് ആൻഡ് സെൻസേഴ്സിലൊക്കെയാണ് ഇത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് SCA. It is aimed to providing end-to-end support for connected devices across a large cloud. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു എന്താ പറയുക ഇപ്പോൾ കുറച്ച് ഡിവൈസസ് മാത്രം അല്ലെങ്കിൽ കുറച്ച് ഡാറ്റാസ് മാത്രമുള്ള കാര്യമല്ലല്ലോ, ഇതൊരു ലാർജ് ക്ലൗഡാണ്. അപ്പം അതിൽ എന്താ പറയുക കണക്റ്റഡ് ഡിവൈസസിന് ഒരു എൻഡ് ടു എൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ CANൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. One of the main benefits of CA is that it is easy setup and offers many features that can be easily plugged into the platform. അപ്പം ഇതിൻ്റെ വൺ ഓഫ് ദി മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈസി സെറ്റപ്പാണ്. അതുകൂടാതെ തന്നെ എന്താ കുറേ ഫീച്ചേഴ്സും ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് Ordino. Ordino is an open source prototyping and simple to use IoT platform. എന്താണ് സിമ്പിൾ ടു യൂസ് ആയിട്ടുള്ള ഒരു IoT പ്ലാറ്റ്ഫോമാണ് ഈ Ordino എന്ന് പറയുന്നത്. Ordino operates through a set of hardware specification that can be applied to interactive electronics. അപ്പം ഈ ഇതിൻ്റെ സെറ്റ് ഓഫ് ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻ വഴിയാണ് ഈ Ordino ഓപ്പറേറ്റ് ചെയ്യുന്നത്. The software of Ordino comes in the form of the Ordino programming language and integrated development environment. അപ്പം ഇതിൻ്റെ സോഫ്റ്റ്വെയർ Ordinoൻ്റെ the software of Ordino comes in എന്താ Ordino programming languageഉം പിന്നെ IDE ആണ്. Next one is Home Assistant. It is an open source tool that is primarily aimed at home automation and functions with a Python based coding system. അപ്പം
ഇതൊരു ഓപ്പൺ സോഴ്സ് ടൂളാണ്. അതിൻ്റെ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഹോം ഓട്ടോമേഷൻ ആൻഡ് ഫങ്ഷൻസ് ആണ്. അത് ഒരു പൈത്തൺ ബേസ്ഡ് കോഡിംഗ് സിസ്റ്റത്തിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് ചെയ്യുന്നത്. The IoT system developed with this tool can be easily controlled with a mobile or desktop browser. അപ്പം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൂള് വെച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള IoT സിസ്റ്റംസ് നമുക്ക് ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ബ്രൗസേഴ്സോ വെച്ചിട്ട് ഈസിലി കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഹോം അസിസ്റ്റൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ സെറ്റപ്പ് വളരെ ഈസിയാണ്. അതുകൂടാതെ തന്നെ അതിൻ്റെ ഓപ്പറേഷൻസ്, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഇതൊക്കെ ട്രസ്റ്റഡ് ആണ്. So the next one is Tessel 2. This is hardware provider that can be used to build IoT solutions and prototypes. അപ്പം ഇതൊരു ഹാർഡ്വെയർ പ്രൊവൈഡറാണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബേസിക് IoT സൊല്യൂഷൻസും അല്ലെങ്കിൽ ബേസിക് IoT സൊല്യൂഷൻസ് ആൻഡ് പ്രോട്ടോടൈപ്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് എ ബോർഡ് വിച്ച് ക്യാൻ ഹോൾഡ് up to a dozen modules including the RFID camera, GPS and the accelerometer. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ബോർഡാണ്. അതിലെന്താ ഡസൻസ് ഓഫ് മൊഡ്യൂൾസ് ഉണ്ട്, ഇൻക്ലൂഡിങ് RFID എന്ന് പറയുന്നത് എന്താ, റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫയർ ആണ്, അതുണ്ട്. പിന്നെന്താ ക്യാമറ, GPS ആൻഡ് ആക്സിലറോമീറ്റർ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ് ഇത്. Then next one is Raspbian. It is regarded as the best tool for Raspberry Pi for IoT app development. അപ്പം ഈ റാസ്ബിയൻ എന്ന് പറയുന്നത് എന്താ, IoT ആപ്പ് ഡെവലപ്മെൻറ്റ് കേസിൽ റാസ്ബെറി പൈയിലുള്ള ഒരു ബെസ്റ്റ് ടൂളാണ് ഈ റാസ്ബിയൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അണ്ടർ കോൺസ്റ്റൻറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹാസ് വൈഡൻഡ് the reach for computing so that users can gain maximum benefits. Okay, next one is OpenSCADA. It is independent to any platform and known for its security and flexibility along with a modern design. അപ്പം ഈ OpenSCADA എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്ലാറ്റ്ഫോം ആണ്. ഈ സ്കാഡ എന്ന് പറയുന്നത് എന്താ, സൂപ്പർവിഷറി, കൺട്രോൾ ആൻഡ് ഡാറ്റ അക്വിസിഷൻ ആണ്. OpenSCADA ഓൾസോ സപ്പോർട്ട്സ്. അപ്പം അതുകൂടാതെ അത് എന്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എഡിറ്റിംഗ്, ഡീബഗിങ് ആൻഡ് ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻസ്, ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ, ലൈബ്രറീസ് ആൻഡ് കോൺഫിഗറേഷൻ ടൂൾസ് ആൻഡ് ഇൻ്റർഫേസ് ആപ്ലിക്കേഷൻസ്. ഇനി നെക്സ്റ്റ് വൺ ഇസ് Node-RED. Node-RED is a simple visual tool. It is an open source tool mainly used for connect devices, services and APIs together with an integrated browser based flow editor. അപ്പം ഈ Node-RED എന്ന് പറയുന്നത് ഒരു സിമ്പിൾ വിഷ്വൽ ടൂളാണ്. അത് എന്താ പറയുക, മെയിൻലി യൂസ് ചെയ്യുന്നത് ഡിവൈസസിനെ അല്ലെങ്കിൽ സർവീസസ് ആൻഡ് APIസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടുഗെദർ വിത്തിൻ ആൻ ഇൻറ്റഗ്രേറ്റഡ് ബ്രൗസർ ബേസ്ഡ് ഫ്ലോ എഡിറ്റർ. It was developed by IBM with aim of providing a user-friendly interface for developers, allowing them to connect devices very quickly and easily. അപ്പം അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് IBM ആണ്. ഇതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഡെവലപ്പേഴ്സിന് ഒരു യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ എയിം. അതായത് ഇപ്പം എന്താ പറയുക, ഡിവൈസസൊക്കെ വെരി ക്വിക്ക്ലി അല്ലെങ്കിൽ ഈസിലി കണക്റ്റ് ആവണം, അതാണ്. നെക്സ്റ്റ് വൺ ഇസ് Kinomo Create. It is a device that can connect two devices without extensive knowledge of JavaScript. അതായത് എന്താ, അപ്പം രണ്ട് ഡിവൈസ് ആണെങ്കിൽ ആ രണ്ട് ഡിവൈസസിനെ വിത്തൗട്ട് എക്സ്റ്റെൻസീവ് നോളജ് ഓഫ് ജാവാസ്ക്രിപ്റ്റ്, അതായത് അതിനെപ്പറ്റി വലിയ നോളജ് ഇല്ലാതെ തന്നെ രണ്ട് ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ പറ്റണം.
Norma Create consists of everything which is required for developing small IoT applications like connecting light, temperature or movement sensors for a specific purpose with mobile notifications in case of any alterations. അപ്പം ഇതിലെന്താ പറയുന്നത്, സ്മോൾ IoT ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ലൈക്ക് കണക്റ്റിംഗ് ലൈറ്റ്, ടെമ്പറേച്ചർ ഓർ മൂവ്മെൻറ്റ് സെൻസേഴ്സ് ഒക്കെ. പിന്നെ അതുകൂടാതെ തന്നെ ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്നത് എവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിന്തസൈസറിൽ, ക്യാമറ ട്രാപ്പ്, പിന്നെ ഓട്ടോമാറ്റിക് അലാറം ബെല്ല്, ഇതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. Next one and the last one is IBM Watson, an API that allows you to attach a host of cognitive computing features to your IoT applications. This is an innovative tool that can also be used to predict the future. അപ്പോൾ ഈ IBM Watson എന്ന് പറയുന്നത് എന്താ, ഒരു ഇന്നോവേറ്റീവ് ടൂളാണ്. അത് യൂസ് ചെയ്യുന്നത് എന്താ പറയുക, യൂസ് ടു പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ. നെക്സ്റ്റ് വൺ ഇസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്, API. അതായത് എനിക്ക് കമ്മ്യൂണിക്കേഷൻ APIസിനെ പറ്റി പറയണം. അപ്പോൾ ആദ്യം എന്താ API എന്ന് പറയാം. It is a set of programming instructions and standards for accessing a web-based software application or web tool. അപ്പം ഈ API എന്ന് പറയുന്നത് എന്താ, അതൊരു സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ് ആണ്. അതായത് ഇപ്പം രണ്ട് ആപ്ലിക്കേഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് API എന്ന് പറയുന്നത്. A software company releases its API to the public so that other software developers can design products that are powered by its service. അതായത് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനി എന്താക്കാം, അതിൻ്റെ API റിലീസ് ചെയ്യുക പബ്ലിക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ, അതർ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് അവരുടെ പ്രൊഡക്ട്സ് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം Amazon.com അതിൻ്റെ API റിലീസ് ചെയ്യാണ് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്പേഴ്സിന് എന്താ, മോർ ഈസിലി ആമസോൺ പ്രോഡക്റ്റിൻ്റെ ഇൻഫോർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം, IoT communication APIs. Generally we use two APIs for IoT communication. They are, അപ്പം നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് രണ്ട് APIs ആണ് IoT കമ്മ്യൂണിക്കേഷൻ്റെ കേസിൽ. ഒന്ന് റെസ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ APIസും രണ്ടാമത്തത് വെബ് സോക്കറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ APIസും ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് REST-based communication APIs. REST, representational state transfer, is a set of architectural principles by which you can design web services and web APIs that focus on a system's resources and how system resource state are addressed and transferred. REST APIs follow the request-response communication model. The REST architectural constraints apply to the components, connectors, and data elements within a distributed hypermedia system. അപ്പോൾ ഈ റെസ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇതൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് ആണ്. അതായത് ഇപ്പം ഒരു എന്താ പറയുക, ക്ലയൻറ്റ് സെർവർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ മോഡലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു API ആണ് ഈ റെസ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ APIs എന്ന് പറയുന്നത്. അതായത് ഇപ്പം HTTP ഉള്ളതിലൊക്കെ റെസ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ APIs യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് എന്താ പറയുക, കുറച്ച് കൺസ്ട്രെയിൻസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഈ റെസ്റ്റ് ബേസിൽ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഇസ് ക്ലയൻറ്റ് സെർവർ, സെക്കൻഡ് വൺ ഇസ് സ്റ്റേറ്റ്ലെസ്, നെക്സ്റ്റ് ക്യാഷ്, next one is uniform interface, layered system, and last one is code on demand. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റ് സെർവർ. നമുക്കറിയാം നോർമലി ഒരു കമ്മ്യൂണിക്കേഷനിൽ എന്താ, ഒരു ക്ലയൻറ്റും ഉണ്ടാവും
ഒരു സെർവർ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ കുറേ ഇൻ്റർമീഡിയറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും മെയിൻലി ഒരു ക്ലയൻറ്റ് ആൻഡ് സെർവറാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ക്ലയൻറ്റ് സെർവറിൽ ഈ ക്ലയൻറ്റ് സെർവർ മോഡലിൽ സ്റ്റോർ ചെയ്യുന്നതൊക്കെ എപ്പോഴും ആരായിരിക്കും, എവിടെയായിരിക്കും? ഈ സെർവറിലായിരിക്കും. ക്ലയൻറ്റ് ഒരിക്കലും ഈ സ്റ്റോറേജിനെ പറ്റിയിട്ട് ബോധരേ അല്ല. ഇനി പിന്നെ യൂസർ ഇൻ്റർഫേസ് എങ്ങനെയാവണമെന്ന് എപ്പോഴും ആരായിരിക്കും ഡിസൈഡ് ചെയ്യുക? സെർവർ ആയിരിക്കുമോ? അല്ല. കാരണം എന്താ? ക്ലയൻറ്റ് ആയിരിക്കും എപ്പോഴും അത് ഡിസൈഡ് ചെയ്യുക. കാരണം യൂസർ ഉള്ളത് എവിടെയാണ്? ക്ലയൻറ്റിലാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ക്ലയൻറ്റ് സെർവർ മോഡലിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ്ലെസ്. സ്റ്റേറ്റ്ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അപ്പം എന്താണ് ഇപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ക്ലയൻറ്റ് സെർവറിന് എന്താണോ റിക്വസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും ക്ലയൻറ്റ് തന്നെ സെർവറിനകത്തേക്ക് സെൻഡ് ചെയ്യണം. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കൊടുത്തിട്ട് ഇപ്പോൾ ഇന്നൊരു കാര്യമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരിക്കലും സെർവർ അല്ല ചെയ്യുന്നത്. റിക്വസ്റ്റ് ചെയ്ത കാര്യത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ക്ലയൻറ്റ് തന്നെ സെൻഡ് ചെയ്യണം. അതാണ് ഈ സ്റ്റേറ്റ്ലെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്യാഷബിൾ. ക്യാഷബിൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ റിക്വസ്റ്റ് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ സാറ് പറഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ചില ടൈമിൽ ഇപ്പം നെറ്റ് ഇല്ലെങ്കിലും നമുക്കെന്താ ഗൂഗിളിൻ്റെ പേജ് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്. അതായത് എന്താ അവിടെ ആ പേജ് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ചില സിസ്റ്റത്തിൽ ക്യാഷ് പെർമിറ്റ് ചെയ്യൂല. അപ്പം സിസ്റ്റം ക്യാഷബിൾ ആവാം, നോൺ ക്യാഷബിളും ആവാം. അടുത്തെന്താണ്? യൂണിഫോം ഇൻ്റർഫേസ്. യൂണിഫോം ഇൻ്റർഫേസിനെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പറയാം? അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് യൂണിഫോമിറ്റി. അതായത് ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താ? യൂണിഫോം ആയിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അടുത്തെന്താ? ലെയേർഡ് സിസ്റ്റം. ലെയേർഡ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ ക്ലയൻറ്റും സെർവറും ഉണ്ട്. ക്ലയൻറ്റ് സെർവറും ഡയറക്റ്റ് ഇപ്പോൾ ക്ലയൻറ്റ് എന്തായാലും സാധനം സെൻഡ് ചെയ്തിട്ട് ഡയറക്റ്റ് എന്താ പറയുക സെർവറിൻ്റെ അടുത്ത് എത്താണോ ചെയ്യുന്നത്? അല്ലല്ലോ. അല്ല, ക്ലയൻറ്റ് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സെർവറും ക്ലയൻറ്റും തമ്മിലുള്ളൊരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്താ പറയുക ഉണ്ടാവില്ല. അതിനിടയിൽ തന്നെ കുറേ ഇൻ്റർമീഡിയറ്റ് സിസ്റ്റംസൊക്കെ ഉണ്ടാവും. അതാണ് ഈ ലെയേർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കോഡ് ഓൺ ഡിമാൻഡ്. കോഡ് ഓൺ ഡിമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ക്ലയൻറ്റ് എന്തെങ്കിലും ഒരു കാര്യം ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്താൽ ഇപ്പം സെർവറിനോട് അതിൻ്റെ എക്സിക്യൂട്ടബിൾ കോഡ് തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സെർവർ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതായത് ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്താൽ സെർവർ എക്സിക്യൂട്ടബിൾ കോഡ് തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പം പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? ക്ലയൻറ്റിലായിരിക്കും. അതാണ് ഈ കൺസ്ട്രെയിൻസിനെ പറ്റിയൊക്കെ പറയുന്നത്. ഇനി രണ്ടാമത്തെ IoT കമ്മ്യൂണിക്കേഷൻ APIs ആണ് WebSocket based communication APIs. WebSocket APIs allow bidirectional full duplex communication between client and servers. WebSocket APIs follow the exclusive pair communication model. അപ്പോൾ ഈ WebSocket based communication API എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഇതൊരു ബൈഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ API ആണ്. അതായത് ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള ഒരു ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന APIs ആണ് ഈ WebSocket based communication APIs എന്ന് പറയുന്നത്. അപ്പം ഇത് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ലോജിക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ? ഇതിലിപ്പം ഒരു ക്ലയൻറ്റും ഉണ്ട്, ഒരു സെർവറും ഉണ്ട്. അപ്പം നമുക്ക് എന്താക്കണം? ഒരു WebSocket കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ക്ലയൻറ്റ് സെർവർക്ക് ഒരു കണക്ഷൻ സെറ്റപ്പ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യണം. അതാണ് ഈ ഫസ്റ്റത്തെ ആരോയിൽ കാണിച്ചിരിക്കുന്നത്. എന്താ? ക്ലയൻറ്റ് സെർവറിലേക്ക് എന്താ ഒരു റിക്വസ്റ്റ് ടു സെറ്റപ്പ് WebSocket കണക്ഷൻ കൊടുക്കുകയാണ്.
അത് കഴിഞ്ഞിട്ട് ആ ഒരു റിക്വസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെബ് സോക്കറ്റ് ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ആ സെർവർ എന്താക്കണം, ആ വെബ് സോക്കറ്റ് പ്രോട്ടോക്കോളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചൊരു റെസ്പോൺസ് കൊടുക്കണം. അതാണ് സെക്കൻഡ് വൺ ഉള്ളത്, റെസ്പോൺസ് ആക്സെപ്റ്റിംഗ് ദി റിക്വസ്റ്റ്. അപ്പം ആദ്യം എന്താക്കി, ക്ലയൻറ്റ് സെർവർക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്ത്, അപ്പം സെർവർ തിരിച്ച് അത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു റെസ്പോൺസ് തിരിച്ചു കൊടുത്ത്. അപ്പം ഈ ക്ലയൻറ്റും സെർവറും തമ്മിൽ എന്തായി, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി എന്താക്കും, ഡാറ്റ അല്ലെങ്കിൽ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യും. എങ്ങനെ, ഫുൾ ഡ്യൂപ്ലെക്സ് മോഡിലാണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ 3-way ഹാൻഡ് ഷേക്ക് മെക്കാനിസം ഒക്കെ പഠിച്ചില്ലേ, അതിൻ്റെ അകത്ത് ഒന്നെങ്കിൽ എന്താ പറയുക, ഫസ്റ്റ് പഠിച്ച 3-wayയിൽ ആദ്യം ഒരു റിക്വസ്റ്റ് കൊടുക്കും, പിന്നെ അതിനെ റെസ്പോണ്ട് ചെയ്യും, പിന്നെ എന്താ പറയുക ഡാറ്റ ട്രാൻസ്ഫർ നടത്തും. അപ്പം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ഡയറക്ഷൻ ആയിട്ടാണ്, അങ്ങോട്ടും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇനി ഒരു ക്ലയൻറ്റ് സെർവർ ബേസ്ഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഓരോ റിക്വസ്റ്റിന് എന്താക്കും, നമ്മൾ ഓരോ പുതിയ റിക്വസ്റ്റ് ആയിരിക്കും സെൻഡ് ചെയ്യുക. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അതായത് വെബ് സോക്കറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഒരു പ്രാവശ്യം ഒരു ടൈമിൽ നമ്മൾ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് വിചാരിക്കാം. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണക്ഷൻ വിഡ്രോ ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഒഴിവാകുന്നത് വരെ നമുക്ക് ഫുൾ ഡ്യൂപ്ലെക്സ് വേയിൽ ബൈ ഡയറക്ഷൻ ആയിട്ട് സൈമുൾട്ടേനിയസ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ മറ്റേലാകുമ്പോൾ ഓരോന്നിനും ഓരോ റിക്വസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ കേസിൽ കണക്ഷൻ വിഡ്രോ ആവുന്നത് വരെ ഇപ്പം ക്ലയൻറ്റും സെർവറും തമ്മിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഡാറ്റ ട്രാൻസ്ഫർ നടത്തുകയാണ്. ആ കണക്ഷൻ വിഡ്രോ ചെയ്യുന്നത് വരെ ഇവർക്ക് തമ്മിൽ പരസ്പരം കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ വെബ് സോക്കറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റ് എന്താക്കും, സെർവറിന് ഒരു കണക്ഷൻ ക്ലോസ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് സെർവർ എന്താക്കും, കണക്ഷൻ ക്ലോസിൻ്റെ റെസ്പോൺസ് കൊടുക്കും. അങ്ങനെ ഇവർ തമ്മിലുള്ള കണക്ഷൻ സ്റ്റോപ്പ് ആവും. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. പിന്നെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫസ്റ്റ് IoT പറ്റിയാണ് പറഞ്ഞത്. IoT പറയുമ്പം അതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ നോക്കുമ്പോൾ ഒരുവിധം എല്ലാ ഫീൽഡിലും തന്നെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അത്രയും അഡ്വാൻസ്ഡ് ആണിത്. അതായത് ഇപ്പം കൺസ്യൂമർ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ സ്മാർട്ട് ഹോമിൽ, എൽഡർ കെയറിൽ ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓർഗനൈസേഷണൽ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, V2X കമ്മ്യൂണിക്കേഷൻ, ബിൽഡിംഗ് ആൻഡ് ഹോം ഓട്ടോമേഷൻസിൽ. പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ മാനുഫാക്ചറിങ്, അഗ്രികൾച്ചറൽ, അതുകൂടാതെ തന്നെ ലിവിങ് ലാബ്, എനർജി മാനേജ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്. അപ്പോൾ ഈ IoT എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ ഫീൽഡിലും തന്നെ ഉണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IoTൻ്റെ ഇങ്ങനെയുള്ള ഗ്രോത്തിൽ കുറേ ഡേഞ്ചേഴ്സ് വരുന്നുണ്ട്. എസ്പെഷ്യലി വരുന്നത് എവിടെയാണ്, അതിൻ്റെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഏരിയാസിലൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞ IoT എന്താണെന്ന് പറഞ്ഞു, IoT ക്ലൗഡ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ IoT ക്ലൗഡ് സ്റ്റോറേജ് മോഡൽസ്. ഇപ്പം പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന 2 സ്റ്റോറേജ് മോഡൽസാണ്. ഒന്ന് ആമസോൺ വെബ് സർവീസ്. അപ്പം അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന 2 കമ്പനീസാണ്. ഒന്ന് നെറ്റ്ഫ്ലിക്സ് നമുക്ക് നല്ലോണം അറിയുന്ന ഒന്നാണ് നെറ്റ്ഫ്ലിക്സ്. പിന്നെ ഒന്ന് ആമസോണ്. പിന്നെ അതുകൂടാതെ തന്നെ കുറേ കമ്പനീസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ അതിൻ്റെ സ്റ്റോറേജ് മോഡൽ രണ്ടാമത്തത് സിവിലി ക്ലൗഡ് ആയിരുന്നു. പിന്നെ കുറച്ച് സോഫ്റ്റ്വെയർ ടൂൾസിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള IoT കമ്മ്യൂണിക്കേഷൻ APIs ആയിരുന്നു. അതിന് മുന്നേ എന്താണ് API എന്ന് പറഞ്ഞു. പിന്നെ IoT കമ്മ്യൂണിക്കേഷൻ APIസിൽ 2 എണ്ണമാണ് പറഞ്ഞത്. ഒന്ന് റെസ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ APIയും രണ്ടാമത്തത് വെബ് സോക്കറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ APIസും ആണ്. അതിൽ വെബ് സോക്കറ്റിൽ അതിൻ്റെ ഒരു ലോജിക്
ഡിസൈനിനെ പറ്റി പറഞ്ഞു. പിന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണ നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ആ കണക്ഷൻ വിത്ഡ്രോ ചെയ്യുന്നത് വരെ നമുക്ക് ഫുൾ ഡ്യൂപ്ലെക്സ് വേയിൽ ബൈ ഡയറക്ഷണലായിട്ട് സൈമിൾട്ടേനിയസ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. സോ താങ്ക് യു.